മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഒക്കെ ലൈവ് വോയിസ് ചെയ്യണം എന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത്. പക്ഷേ എന്നും മൈക്ക് എടുക്കാനായിട്ട് മറക്കും കേട്ടോ. പിന്നെ അതങ്ങ് വോയിസ് ഓവറായിട്ട് ചെയ്യുവേ. അപ്പോൾ അതേ രാവിലെ തന്നെ വേറെ സ്കൂളിലെല്ലാം വിട്ടിട്ട് ചോറും കറികളും ഒക്കെ വെച്ചു. ചോറ് വെച്ചു, എന്തൊക്കെയോ കറികളൊക്കെ വെച്ച് വേറെ സ്കൂളിലോട്ട്. അപ്പോൾ ഉച്ചയ്ക്കായിരുന്നു കഴിക്കാമല്ലോ. എന്നിട്ട് ഒരു 8:30 മണിയായപ്പോഴേക്കും കറക്റ്റ് 8:30 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ചീമയും കുഞ്ഞിയും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ചീമയും കുഞ്ഞിയും കൂടി വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ മീനാക്ഷിക്കും അവിടെ ഓഫീസിൽ ഇറങ്ങണമെന്ന് പറയും. പിന്നെ മീനാക്ഷിയും കൂടെ കൂട്ടി ഞങ്ങൾ 3-4 പേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. സത്യമായിട്ട് റോഡൊക്കെ ഫുൾ ബ്ലോക്ക് കേട്ടോ. ഇന്നലെ നമ്മൾ ഒരു 7:30 മണിയൊക്കെ ആവും ഞാനും ചീമയും കൂടെ തിരിച്ചിട്ട് രാത്രി വീടെത്തിയപ്പോൾ 8:30 മണിയായ ഭയങ്കര ബ്ലോക്ക് റോഡ്. ഓണത്തിൻ്റെ തിരക്കാവുകയും ഫുൾ ബ്ലോക്ക്. രാവിലെ ആയാലും ഒക്കെ ബ്ലോക്ക്. പക്ഷെ രാവിലെ വലിയ തിരക്കില്ലാണ്ട് ഞങ്ങൾ എത്തിപ്പെട്ടു. അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ 8:30 തിരിച്ചെങ്കിലും 9:00 കേട്ടോ എത്തിയപ്പോൾ. എങ്കിലും വൈകുന്നേരത്തെ അത്ര ബ്ലോക്കില്ലെന്ന് തോന്നുന്നു. എത്തിയ പാടെ തന്നെ അച്ഛൻ പോകാനായിട്ട് ഇറങ്ങി. മെയിനായിട്ട് പപ്പിക്ക് അവിടെ ഒന്നും കിട്ടിയില്ല എന്നും പറഞ്ഞാണ് അച്ഛൻ ഇറങ്ങിയത്. അങ്ങനെ അച്ഛന് ഊബറെല്ലാം വിളിച്ചു കൊടുത്തിട്ട് അമ്മ റൂമിൽ ഇതുവരേക്കും കൊണ്ടുവന്നിട്ടില്ല. ഞാനും ചീമയും കൂടെ അച്ഛനെ വിളിക്കാനായിട്ട് വന്നിട്ടൊരു ചായ എല്ലാം കുടിച്ചിട്ട് പോകാമെന്ന് കരുതി ഊബർ ബുക്ക് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് ഊബർ എത്തിയത്. കാരണം അത്രയും ബ്ലോക്ക് കേട്ടോ. ആ ഈഞ്ചക്കൽ ഏരിയയിൽ എവിടെയോ ഊബർ ഉണ്ടായിരുന്നു, പക്ഷേ ഊബർ എത്താനായിട്ട് അരമണിക്കൂർ എടുത്തു. അങ്ങനെ പുള്ളി വിളിച്ചിട്ടിറങ്ങി ഞാനിപ്പോൾ തന്നെ വരും, ക്യാൻസൽ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മനസ്സിലാക്കാം അത്രയും തിരക്ക്. അച്ഛൻ വീടെത്തിയപ്പോൾ 10-11 മണിയായെന്ന് പറയുന്നു കേട്ടു. കുറച്ചുകൂടെ ഓഫീസ് ടൈമില്ല. ഞങ്ങൾ 8:30 ഇറങ്ങിയോണ്ട് വലിയ രീതിയിൽ ഞങ്ങളിങ്ങനെ പിടച്ചൊക്കെ ഇങ്ങനെ എത്തിയേ. പക്ഷെ അച്ഛൻ കുറച്ച് നേരം പെട്ടുപോയി. ഇങ്ങനെ പപ്പിക്ക് ആഹാരമൊക്കെ കൊടുക്കണമെന്നും പറഞ്ഞ് അച്ഛൻ ഭയങ്കര ടെൻഷനായിട്ടാണ് പോയത്. അതിനിടയ്ക്ക് അച്ഛൻ കയറി അമ്മയെ കണ്ടു. അപ്പോൾ വിസിറ്റേഴ്സ് ടൈം 10 o'clock എന്തോ ആണ് ICUവിൽ. പക്ഷേ അച്ഛന് പോണതിന് മുന്നേ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ബഹളമൊക്കെ വെച്ചിട്ട് പിന്നെ ബഹളമല്ല, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് പോകണം, വൈഫാണ്, ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് അച്ഛനെ കയറ്റി കാണിച്ചേ. അപ്പോൾ വേദനയൊന്നുമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛനെ കയറ്റി വിട്ട ശേഷം ഞങ്ങൾ നെസ്കഫേയുടെ അവിടെ വന്ന് ചായ കുടിക്കുകയാണ്. ചീമയ്ക്ക് ഇവിടുത്തെ ചായ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഞാൻ ഇതിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല ചീമയുടെ ടേസ്റ്റ് ആയിരിക്കില്ല എനിക്ക്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ചീമയ്ക്ക് ഇഷ്ടമായില്ലേ. പിന്നെ അവിടുത്തെ പപ്സ് 2 കൂടി വാങ്ങി. കുഞ്ഞി എൻ്റെ കയ്യിരിക്കുന്നത് കൊണ്ട് ചീമ കഴിച്ചിട്ട് കുഞ്ഞിയെ ചീമയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഞാൻ കഴിച്ചത്. ചായയൊക്കെ കുടിച്ചിറങ്ങിയപ്പോഴേക്കും ഡോക്ടറെ കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഭയങ്കര സപ്പോർട്ട് കേട്ടോ. വീഡിയോസൊക്കെ അദ്ദേഹത്തിന് ഇടുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇട്ടുള്ളൂ, കുഴപ്പമില്ല, പിന്നെ ചിലർക്കൊന്നും അത് പറ്റത്തില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കണ്ടിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ 21st കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, അദ്ദേഹം ജപ്പാനിലും അവിടെ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എമർജൻസി ആയിട്ട് ചെയ്തത് കേട്ടോ. അപ്പം ഇതിനിടയ്ക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരുവാണെങ്കിൽ വാട്സപ്പിൽ അവൈലബിൾ ആയിരിക്കും, മെസ്സേജ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടുള്ളൊരു ഡോക്ടർ നമ്പറൊക്കെ തന്നു. പിന്നെ ഇവിടുത്തെ ഓർത്തോ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിലൊന്നും ഒരു ടെൻഷൻ വേണ്ടെന്ന് പറഞ്ഞാൽ അമ്മ ഓക്കെയാണ്, റിക്കവറായി വരുന്നുണ്ട്, ഫിസിയോ ഒക്കെ ചെയ്തിട്ട് ഈവനിങ് ആയിരിക്കും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. പക്ഷേ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും അമ്മ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഫിസിയോ ഒക്കെ ചെയ്തു, കുറച്ചൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് ഷിഫ്റ്റായി. സത്യം പറഞ്ഞാൽ അമ്മ ചെയ്യുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കാരണം വേദന എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അമ്മ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫുഡ് നന്നായിട്ട് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ അമ്മയ്ക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എങ്കിലും നന്നായിട്ട് ആഹാരം കഴിക്കണമെങ്കിൽ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് ഫുഡ് വേണമെങ്കിലും കൊടുക്കുക, അതിലൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ചിക്കൻ സൂപ്പ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ചിക്കനൊന്നും വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു നല്ലതായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ചിക്കൻ സൂപ്പ് വാങ്ങി. വന്ന പാടെ പറഞ്ഞത് യൂട്യൂബിടെ ഞാൻ ഇന്നലത്തെ വീഡിയോ കണ്ടില്ല, ഇന്നത്തെ വീഡിയോ കണ്ടില്ല, അയ്യോ ഇന്നലത്തെ വീഡിയോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടില്ല, സ്റ്റാറ്റസ് ഇട്ട് ആദ്യം ഇന്നലത്തെ വീഡിയോയുടെ സ്റ്റാറ്റസ് ഇടണേ, അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയുടെ സ്റ്റാറ്റസ് ഇടണേ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് സ്റ്റാറ്റസൊക്കെ ഇടിയിപ്പിച്ച് TV-യിൽ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൽ ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ണം കുറച്ചാൽ ശരിയാവും എന്നുള്ളത്. വണ്ണം നിങ്ങളങ്ങ് പറഞ്ഞാൽ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, അത് കുറച്ച് പാടൊക്കെ ഉണ്ട്. അമ്മയ്ക്കൊക്കെ പ്രത്യേകിച്ചും കുറച്ച് ബുദ്ധിമുട്ടാണ് കുറയ്ക്കാനായിട്ട്. എന്ന് പറഞ്ഞിട്ട് വണ്ണമുള്ളവരാരും കുറയ്ക്കുന്നില്ലെന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ ബോഡിയും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും, കുറയ്ക്കാൻ പറ്റുന്നതും ഇല്ലാത്തതും ഒക്കെ. അപ്പോൾ നമ്മളൊരിക്കലും ഒരു വ്യക്തിയുടെ എന്താണ് അവരുടെ ശരിക്കുള്ള റീസൺ, വണ്ണമായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നു എന്താണെന്ന് അറിയാതെ അവരൊരിക്കലും നമ്മളിങ്ങനെ കുറ്റം പറയാൻ പാടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ചോറ് വാങ്ങി വെച്ചിട്ട് അയ്യോ അച്ഛനും അമ്മയും അത് അത്രയും കഴിച്ചു, അയ്യോ അച്ഛനും അമ്മയും
സമയം അത്രയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാൻ നേരിട്ട് പിന്നെ ഞാൻ കരുതി വേണ്ട, അത്രയും കഴിച്ചു, എന്തെല്ലാം അസുഖം വരും കാർബ് ഇത്രയും കൂടുതൽ കഴിച്ചാലും എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിച്ചാലും അസുഖം വരും, കഴിച്ചില്ലെങ്കിലും അസുഖം വരും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് കഴിക്കട്ടെ, കഴിച്ചിട്ട് ഇതുപോലെ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കട്ടെ, അല്ല ഇനിയിപ്പോൾ എന്ത് പറയാനാണ്. അപ്പോൾ അമ്മയുടെ പഴയ എക്സ്റേ ആണ് ഇത്, പുതിയ എക്സ്റേ തന്നിട്ടുണ്ട്. രണ്ടും കൂടി വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഇത് ഇപ്പോൾ വച്ചതാണ്, എന്ത് വ്യത്യാസമെന്ന് നോക്കിയാൽ ആ പഴയ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് ആ മുട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തേങ്ങ വല്ലാത്തൊരിതായിരുന്നേ. ഇപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ആളൊന്ന് എഴുന്നേറ്റ് ഉഷാറായിട്ട് നടന്ന് ഫിസിയോ ഒക്കെ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അമ്മയും ചെയ്യാം, ഞാൻ എന്ത് ത്യാഗം കൊടുത്തും ചെയ്യാം, എനിക്ക് ഓടിച്ചാടി നടക്കണം എന്ന് പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ, ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മ ചെയ്യുമെന്നുള്ളൊരിതിലാട്ടോ. കണ്ടോ പഴയ ഇതും പുതിയ എക്സ്റേ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അങ്ങനെ അമ്മ റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തു. അമ്മയ്ക്കൊരു സൂപ്പ്, ഞാൻ പറഞ്ഞില്ലേ സൂപ്പ് ഓർഡർ ചെയ്തു. അപ്പോഴേക്കും ഏട്ടൻ വന്നായിരുന്നേ ഹോസ്പിറ്റലിൽ. അപ്പം നിറയെ ഫ്രൂട്ട്സും പൊമഗ്രാനറ്റും ഒക്കെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് വാങ്ങാനായിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് മോൾ ഓഫ് ട്രാവൻകൂറിൽ ഞാനും ഏട്ടനും കൂടി പോയിട്ട് വന്നിട്ടും സൂപ്പ് റൂമിൽ വന്നില്ല. അവർ മറന്നു പോയതാവാം മേ ബി. അങ്ങനെ ഞാൻ വിളിച്ചൊന്ന് കുറച്ച് ഷൗട്ട് ചെയ്തു, ഒന്നുകിൽ നിങ്ങൾ പുറത്തുള്ള ഫുഡ് അലോ ചെയ്യുക, അല്ല എങ്കിൽ പറയുന്ന സാധനം പേഷ്യൻറ്റിനെ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ തിയേറ്ററിൽ ICU നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ പേഷ്യൻറ്റ് വിശക്കണമെന്ന് പറഞ്ഞൊരു കാര്യം വിളിച്ച് ഓർഡർ ചെയ്യുമ്പോൾ സെക്കൻഡിൽ കൊണ്ടുവരണം. 11:37 മേഡം ഓർഡർ ചെയ്തത്. എങ്ങോട്ട് ഇപ്പോൾ സമയത്രേ അത് 12:37. എങ്ങോട്ട് 1 മണിക്കൂർ വേണം നിങ്ങൾക്കെന്ന് ചോദിച്ചു. പറഞ്ഞ് തീരുന്നതിന് മുന്നേ സൂപ്പ് കൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ സൂപ്പൊക്കെ അമ്മ കുടിച്ചു. ഞാനും ഏട്ടനും കൂടി മോൾ ഓഫ് ട്രാവൻകൂറിൽ കയറി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങി, പിന്നെ മാതളം വാങ്ങി, പിന്നെ എന്ത് വാങ്ങി, ഒരു വാട്ടർമെലൺ വാങ്ങി. അത് കുറച്ച് വാട്ടറി കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ധാരാളം കുടിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിലും അതങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചൊരു വാട്ടറി കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് നല്ലതായിരിക്കും എന്ന് കരുതി അത് വാങ്ങി. പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടി വാങ്ങി കേട്ടോ. എല്ലാം കൂടി അവിടെ നിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ റൂമിൽ പോയി. എന്നിട്ട് കരിക്ക് വാങ്ങാൻ നോക്കി. അപ്പോൾ കരിക്ക് അവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല. ക്യാൻറ്റീനിൽ കരിക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, പക്ഷേ അവിടെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ സാധനം വാങ്ങിയിട്ട് ലിഫ്റ്റ് കയറിയപ്പോൾ സെക്യൂരിറ്റി വന്നത് എന്താണെന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വിട്ടത് കേട്ടോ. പറഞ്ഞു ഫ്രൂട്ട്സാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കട്ട് ഫ്രൂട്ട്സൊക്കെ ക്യാൻറ്റീനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് തന്നെ അവിടെ വേണമെന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കട്ട് ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഫ്രൂട്ട്സ് ആണെന്നൊക്കെ തപ്പി നോക്കിയിട്ടൊക്കെയാണ് വിട്ടത് കേട്ടോ. അതുകൊണ്ട് ഫുഡൊന്നും നമുക്കങ്ങനെ കൊണ്ടുവന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ആവശ്യമുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അപ്പം ഞാൻ കയറിയപ്പോൾ രാമചന്ദ്രയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പറയും മാൾ ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രാമചന്ദ്ര എന്ന് പറയുന്നുവെന്ന്. ശരിക്കും മാൾ ഓഫ് ട്രാവൻകൂറിലാണ്, അതിൻ്റെ ഉള്ളിൽ ഒരു രാമചന്ദ്ര ഉണ്ട്, അവിടെ കേട്ടോ കയറിയത്. എന്താ പറയാൻ വന്നു, ചില മൈന്യൂട്ടായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോഴേ ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളും എന്തോ പറഞ്ഞപ്പോൾ അത് ഞാൻ റോങ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് വീഡിയോയിൽ അതുപോലെ വന്നിട്ടുമുണ്ട്. പിന്നെ ഇന്നലെ വീഡിയോ പറഞ്ഞപ്പോൾ എക്സ്റേക്ക് പകരം 100 പ്രാവശ്യം ഞാൻ എക്സ്റേ കാണിച്ചു എന്ന് പറയുന്നതിന് പകരം സർജറി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്കൊരു സംശയം, ഞാൻ സർജറി എന്നാണോ പറഞ്ഞതെന്ന്. എന്നിട്ട് നോക്കിയപ്പോൾ സർജറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ വോയിസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ശ്രദ്ധിക്കത്തില്ല, അങ്ങ് പറയുമ്പോൾ എൻ്റെ കൂട്ടത്തങ്ങ് പറഞ്ഞു പോകുന്നതാണേ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ലുലുവിലൊക്കെ ആയിരിക്കും തിരക്ക്. ലുലുവിലേക്ക് പോകുന്ന റോഡ് കൂടെ അല്ലേ ഇത്. മാത്രമല്ല ഇഞ്ചക്കിലെ ബൈപ്പാസിൻ്റെ പണിയൊക്കെ നടപ്പുണ്ട്. അതിൻ്റെ തിരക്കും കാര്യങ്ങളുമായിട്ട് ബ്ലോക്കെന്ന് പറഞ്ഞാൽ ഇഞ്ചക്കിൽ മാത്രമല്ല, തിരുമല വരണം ബ്ലോക്ക് കാണണമെങ്കിൽ. അയ്യോ, തിരുമല പൂജപ്പുര ഇഞ്ചക്കൽ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോഴും സൂപ്പ് വരാത്തതുകൊണ്ട് ഞാൻ വിളിച്ചൊന്ന് ഷൗട്ട് ചെയ്തപ്പോഴേക്കും സൂപ്പ് വന്നു. സൂപ്പ് നല്ലതായിരുന്നു കേട്ടോ, എനിക്കും കുടിച്ചിട്ട് നല്ല ഇഷ്ടമായി. ക്ലിയർ സൂപ്പെന്ന് പറഞ്ഞു, പക്ഷേ ഇത്രയും ക്ലിയറായിട്ട് എങ്ങനെ സൂപ്പ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല. എനിവേ അത് ക്ലിയർ സൂപ്പായിരുന്നെങ്കിലും അതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മയെക്കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ കഴിപ്പിച്ചു. അതിൽ ചിക്കനാണ് പറഞ്ഞെങ്കിലും ചിക്കനൊന്നും അധികം ഉണ്ടായിരുന്നില്ല, പക്ഷേ വെജിറ്റബിൾസൊക്കെ നിറയെ ഉണ്ടായിരുന്നു. എങ്കിലും എനിക്ക് ആ സൂപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അങ്ങനെ സൂപ്പിനെ ഫുൾ കുടിപ്പിച്ചു. അമ്മയ്ക്ക് പറ്റുന്നില്ല, എനിക്ക് വോമിറ്റ് ചെയ്യാൻ മരുന്ന് പോകും. ഞാൻ വോമിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങ് പോട്ടെ കഴിക്കാൻ പറഞ്ഞു, അങ്ങനെ കഴിച്ചു. അപ്പോൾ ഈ ജ്യൂസൊക്കെ കൊടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഫ്രൂട്ട്സ് എല്ലാം ചെന്ന് വാങ്ങിച്ചത്. ആശാത്തി ഇവിടെ കരച്ചിലും വിളിച്ചിലും പറച്ചിലും, കരയും ഉറങ്ങും പാല് കുടിക്കും, കരയും ഉറങ്ങും പാല് കുടിക്കും. പിന്നെ ഇങ്ങനെ കൊണ്ടു നടന്നാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് ഫുഡെല്ലാം വാങ്ങിച്ച് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഞാനും ജീവയും കുഞ്ഞിയും കൂടി താഴെ ക്യാൻറ്റീനിൽ പോയി. അമ്മ ഒരു ചെറിയ ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞിട്ട് പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്.
അമ്മയൊന്ന് നോക്കിക്കൊള്ളേന്ന് സിസ്റ്റർ ഒക്കെ എഗ്രി ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തില്ല. ഓർഡർ ചെയ്തതിനെക്കാട്ടി ഓപ്ഷൻ അവിടെ ചെന്നിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്തില്ല. ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് വാങ്ങിയത്. ഒരെണ്ണം വാങ്ങി ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ചപ്പാത്തി 4 വാങ്ങി, ഒരു ചിക്കൻ കറി വാങ്ങി ഷെയർ ചെയ്തു. ഇന്നലെ ബിരിയാണിയും ഞാനും ചീമയും കൂടി ഒന്ന് വാങ്ങിയിട്ടാണ് ഷെയർ ചെയ്തത് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. കഴിച്ചു കഴിഞ്ഞു. ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ്. ആശാത്തെയും കൊണ്ട് ഇങ്ങനെ പോകണം. ഉറങ്ങത്തില്ല. അഥവാ അവൾ ഉറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മൾ പോയാലും അവൾ ഉറങ്ങത്തില്ല കേട്ടോ. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മണി ബ്രേസ്ലെറ്റ് ഉണ്ട് എൻ്റെ കൈ കിടന്നു, മണി ചെയിൻ. അതിട്ടിട്ട് എനിക്ക് ഭയങ്കര ലക്കായിരുന്നു കേട്ടോ, സത്യം പറയാമല്ലോ. ആ സാധനം ഇങ്ങനെ വലിച്ച് കളിക്കുന്നത് കണ്ടിട്ട് ഞാൻ അതിനവിടെ ഊരി വെച്ചിട്ട് വന്നു കേട്ടോ, അഴിച്ചു വെച്ചിട്ട് വന്നു. സംഭവം എടുക്കാനായിട്ട് മറന്നു. അത് മിസ്സായിപ്പോയി ഗൈസ്. ഞാൻ ഓർമ്മിച്ചില്ല, അപ്പോഴൊന്നും ഓർമ്മിച്ചില്ല. എന്നിട്ട് അവിടെ താഴെ ഇറങ്ങി ഐസ്ക്രീമൊക്കെ വാങ്ങി. അവിടെ ഫുഡ് കോർട്ടല്ല, എന്താണ് പറയുന്നത്, നമ്മൾ എയർപോർട്ട് ലോഞ്ചിൽ പോകുന്നൊരു സെറ്റപ്പാട്ടോ. എൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് കോസ്റ്റ കോഫിയും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഐസ്ക്രീം കണ്ടു. അങ്ങനെ ഐസ്ക്രീം വാങ്ങി. എന്നിട്ട് വന്ന് ഇവളായിട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴാണ് അയ്യോ എൻ്റെ ബ്രേസ്ലെറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞ് ചെന്ന് താഴെ നോക്കിയപ്പോൾ അവരെ ഏതാണ്ട് വേസ്റ്റ് ബിന്നിലൊക്കെ ഇട്ടിട്ടോ. ആരും എടുത്ത് കയ്യിലിടത്തില്ല, കാരണം അതിൻ്റെ പെയിൻറ്റൊക്കെ പോയിരിക്കുകയായിരുന്നു. ചിലപ്പോൾ നമ്മുടെ മനസ്സിനൊരു വിശ്വാസമായിരിക്കും. അതെനിക്ക് ഇട്ടിട്ട് നല്ല ലക്കായിരുന്നു കേട്ടോ. അതാരോ എടുത്ത് വേസ്റ്റ് ബിന്നിൽ കളഞ്ഞു. അവിടെ 2 പേരൊന്ന് ചേച്ചിമാരുടെ ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ ചോദിച്ചപ്പോൾ അവരാരും കണ്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെ ചൊറിയും കുത്തിയൊക്കെ ഇരുന്നപ്പോഴേക്കും ടീയോ സ്നാക്സോ ഒക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ടീയും സ്നാക്സും ഒക്കെ ഞങ്ങൾ പോയി കഴിക്കാമെന്ന് കരുതി. വൈകുന്നേരം അമ്മയ്ക്കൊരു ബ്ലാക്ക് ടീ മാത്രം പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് എന്ത് ഫുഡ് പറഞ്ഞു, ഒരു 2:30 മണിയൊക്കെ ആയപ്പോഴേക്കും അമ്മയ്ക്ക് കഞ്ഞി പറഞ്ഞു. അപ്പോൾ അവർ സിസ്റ്ററും ഒക്കെ പറഞ്ഞത് കഞ്ഞിയല്ല, നല്ല ഹാർഡായിട്ടുള്ള ഹെവി ഫുഡ് തന്നെ കൊടുത്തോളൂ, എങ്കിലേ നല്ല ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ അമ്മയ്ക്ക് ഒന്നും വേണ്ട, എനിക്ക് കഞ്ഞി മതി. അപ്പോൾ ഞാൻ കരുതി ഒരു നേരം ഇനി കഞ്ഞി കുടിച്ചിട്ട് പതിയെ കുറച്ച് ഹെവി ഫുഡ് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ കഞ്ഞിയെല്ലാം ഓർഡർ ചെയ്തു. കഞ്ഞിയൊക്കെ ഓർഡർ ചെയ്തപ്പോൾ അപ്പം തന്നെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈമിലാണ് അമ്മയ്ക്ക് സൂപ്പ് വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ലഞ്ചിൻ്റെ തിരക്കിനിടയിൽ അവർ വിട്ടുപോയതാവാം സൂപ്പിൻ്റെ കാര്യം. എന്തായാലും കഞ്ഞിയൊക്കെ അപ്പോൾ തന്നെ കൊണ്ടുവന്നു. പിന്നെ എപ്പോഴും കാലിന് ഇങ്ങനെ ഒരു എക്സസൈസ് കൊടുക്കാൻ പറഞ്ഞു. കഞ്ഞിയൊക്കെ കുടിച്ചിട്ടിരുന്നപ്പോഴേക്കും കഞ്ഞിയും പയറും നെല്ലിക്ക അച്ചാറും ഉണ്ടായിരുന്നു. അമ്മ കഴിച്ചില്ല, കുറച്ചേ കഴിച്ചുള്ളൂ. കഴിച്ചിട്ട് ബാക്കി കൊണ്ടുവന്ന് പുറത്ത് വെച്ചു. കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ വന്നായിരുന്നു. ഡോക്ടർ കുറേ ചെയ്യാനായിട്ട് പറഞ്ഞു. അമ്മ അങ്ങോട്ട് വിളിയും തുടങ്ങി. അയ്യോ ഡോക്ടർ വന്നപ്പോഴേ വിളിക്കാൻ തുടങ്ങി. അയ്യോ ഡോക്ടർ വന്നേന്ന് പറഞ്ഞിട്ട് പതിയെ ഡോക്ടർ തനിയെ തന്നെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പം എല്ലാം അമ്മ തനിയെ ചെയ്യാൻ പറഞ്ഞു. ചെറിയ ഹെൽപ്പുകൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ തുണികൾ വയ്ക്കാനും ഒക്കെയുള്ള ഹെൽപ്പുകൾ ചെയ്താൽ മാത്രം മതി, ബാക്കിയെല്ലാം അമ്മ ചെയ്യാൻ പറഞ്ഞു. 2 മുട്ടും അമ്മയ്ക്ക് മാറ്റി വച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇന്നലെ ഫുൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മോർണിംഗ് നമ്മുടെ ഗണേഷ് ഡോക്ടർ തന്നെ വന്നിട്ട് അതിനെ ഫുൾ അഴിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്കർ മാത്രമായിട്ട് ഒട്ടിച്ച് തന്നു. അപ്പോൾ സർജറി പറ്റിയിട്ടുള്ള എത്ര എമൗണ്ടായി എല്ലാ കാര്യങ്ങളും ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. അമ്മയുടെ 2-3 ദിവസത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ പറയാം. ഞാനത് മൈക്ക് വെച്ച് പറയാനായിട്ടാണ് ഇന്നലെയൊക്കെ പ്ലാൻ ചെയ്തത്, പക്ഷേ അത് മൈക്ക് കൊണ്ടുപോകാൻ മറന്നുപോയി. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അമ്മ നന്നായിട്ട് വേദന, പെയിൻ കില്ലർ, അതുപോലെ മറ്റേ അനസ്തേഷ്യ എന്തോ സ്പൈനൽ അനസ്തേഷ്യ ഇപ്പോഴും ചെറിയ ഒരു ഡോസിലെന്തോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയത്തില്ല, പ്രോപ്പറായിട്ട് അറിയത്തില്ല. ഞാൻ അറിവില്ലാത്തൊരു കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. ശരിയാണോ ഒന്നും ആരും കമൻറ്റ് ചെയ്യണ്ട. എന്തോ ഒരു സാധനം അമ്മ നടുവിൽ ഇഞ്ചക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്, പെയിൻ കില്ലർ. എൻ്റെ ഒരു അറിവിൽ അത് അനസ്തേഷ്യയാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. അത് പ്രോപ്പറായിട്ട് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എപ്പിഡ്യൂറൽ അങ്ങനെ എന്തോ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ വന്നിട്ട് അമ്മയെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു. അപ്പോൾ രാവിലെ ഒന്നും അത്രയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് മുട്ടുമടക്കിയെന്ന് ഇവർക്കൊക്കെ ചെയ്തു എന്ന് കണ്ടിട്ടാണ് റൂമിലേക്ക് വിട്ടത്. ഈവനിങ് വന്നിട്ട് പ്രോപ്പറായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഇതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അമ്മ ഒട്ടും ചെയ്യില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. അമ്മ ഭയങ്കര ധൈര്യത്തോടു കൂടി പറയുന്ന കാര്യങ്ങളല്ല. പറ്റില്ല എനിക്ക് വൈകിയ ഡോക്ടറെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു നമുക്ക് യൂട്യൂബിലൂടെ ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ കൊടുക്കേണ്ടതാണ്, നമുക്ക് ചെയ്യണം, പറ്റുമെന്ന് പറഞ്ഞ് ഡോക്ടറും എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തപ്പോൾ അമ്മ പതിയെ എഴുന്നേറ്റ് ഒട്ടും പറ്റുന്നില്ല. നമുക്കൊരു വിരൽ മുറിഞ്ഞാൽ ആ മുറിവൊന്ന് ഹീലാവുന്നത് വരെ നമ്മളെക്കൊണ്ട് അത് എവിടെയെങ്കിലും മുട്ടുകയൊക്കെ ചെയ്യുമ്പോഴുള്ള പെയിന് നമുക്കറിയാം. അപ്പോൾ ആ 2 മുട്ടും കീറി മുറിച്ചിട്ട് അതിലിട്ട് എക്സസൈസ് കൂടെ ചെയ്യണമെന്ന് പറയുമ്പോൾ
ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷേ അത് ചെയ്താൽ അമ്മയുടെ മരണം വരെ അമ്മയ്ക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റും. അതുകൊണ്ട് അമ്മ അതിന് വേണ്ടി പരിശ്രമിക്കുക കേട്ടോ. നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലായിട്ടുണ്ട്. സ്പെഷ്യലി റോബോട്ടിക് സർജറി കൂടെ ആയതുകൊണ്ട് നല്ലൊരു എമൗണ്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഡോക്ടർ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടറോട് ചോദിച്ചപ്പോൾ വീഡിയോസൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് സർജറി കഴിഞ്ഞാലുള്ളൊരു അവസ്ഥയൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സത്യം കേട്ടോ, ഞാൻ ചീമയും കൂടെ ഇങ്ങനെ പറയായിരുന്നു, ഒരു മനുഷ്യർക്കും ഇങ്ങനെയൊന്നൊരു അവസ്ഥ വരരുത്. ഈ മുറിവ് വെച്ചുകൊണ്ട് എക്സസൈസൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര 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 അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര വിഷമം വന്നു കേട്ടോ. വീട്ടിൽ നമ്മൾ കീരിയും പാമ്പും ഒക്കെ ആണെങ്കിലും പക്ഷേ നമുക്കത് കാണുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. 2 മുറിവും വെച്ച് ഈ പെയിൻ കില്ലേഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നും നിൽക്കുന്നില്ല ആ ഒരു പെയിന്. അമ്മ നന്നായിട്ട് ബുദ്ധിമുട്ടി. എങ്കിലും ഒരു 2-3 സ്റ്റെപ്പൊക്കെ അമ്മ നടന്നു തിരിച്ച് വന്നിരുന്നു. എല്ലാം തനിയെ തന്നെ ആ ഡോക്ടർ ചെയ്യിപ്പിച്ചു. തനിയെ അമ്മ ചെയ്യുന്നുണ്ട്. ചെറിയൊരു സപ്പോർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഉറപ്പായിട്ടും നാളത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയുന്നതായിരിക്കും കേട്ടോ. അമ്മയെ കൊണ്ട് പറയിപ്പിക്കണമെന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും അമ്മയെ കൊണ്ട് പറയിപ്പിക്കും. മാത്രമല്ല എത്ര എമൗണ്ടായി എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ എന്തായാലും ആരോ കമൻറ്റ് ഒരുപാട് ഹോസ്പിറ്റലിൽ റോബോട്ടിക് സർജറി ചെയ്യുമെന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ട്രിവാൻഡ്രം വീട്ടിലുള്ളതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് എനിക്കറിയാവുന്നത് SP മെഡിഫോർട്ടും കിംസുമാണ്. പിന്നെ നമ്മൾ ഗണേഷ് ഡോക്ടറെയാണ് കണ്ടത്. ഡോക്ടർ കണ്ടതുകൊണ്ടാണ് ഡോക്ടർ ഇവിടെയാണ് ചെയ്യുന്നത്. SP വെൽഫോർട്ടിലാണ് ഡോക്ടറെ കണ്ടത്. അപ്പോൾ ഡോക്ടർ SPയുടെ വേറൊരു ബ്രാഞ്ചല്ലേ ഇവിടെ. അപ്പോൾ ഇവിടെ വന്നു സർജറി ചെയ്തു എന്ന് മാത്രം. എനിവേ അമ്മ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ട് നന്നായിട്ട് അമ്മ ഭയങ്കര ധൈര്യത്തോടെ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര സമാധാനവും സന്തോഷവും തോന്നി. ചെയ്യും എന്നൊരു വിശ്വാസമായി കേട്ടോ. അങ്ങനെ വന്ന് കിടന്ന് കാല് വേദനയെന്ന് പറഞ്ഞ് കരയാണ് പാവം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു. സിസ്റ്റർ പെയിൻ കില്ലറൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ആശ്വാസം അല്ലാതെ പറ്റുന്നില്ല. ആ പെയിൻ കില്ലർ ഇട്ടതും നന്നായിട്ട് അമ്മ ഉറങ്ങി എഴുന്നേറ്റ് ചീമയ്ക്കും സച്ചിനും ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവർ പോയ ശേഷം ഞാൻ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ച് വന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലത്. അപ്പോൾ വരാൻ സമയം അച്ഛൻ വന്നു. അച്ഛനും ഷാജേട്ടനും കൂടി വന്നു. ഷാജേട്ടനും കൂടി വന്നപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ ഡോക്ടർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരുപാട് പ്രാവശ്യമല്ല, ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടി ചെയ്തു. അപ്പോൾ ഈ മുട്ട് നുറുക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ അതുമായിട്ട് ഒന്ന് സെറ്റായി നമുക്കിപ്പോൾ നമ്മുടെ 5 വിരലും ഒരു 10 ദിവസം അനങ്ങാണ്ട് കെട്ടി വെച്ചാൽ ആ വിരൽ പിന്നെ ഫ്ലെക്സിബിളായിട്ട് മടങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഫ്ലെക്സിബിൾ ആവണമെങ്കിൽ ഈ കെട്ടി വെച്ചിരിക്കുന്ന സാധനം മുറിവോട് കൂടി തന്നെ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അമ്മയെ കൊണ്ട് ഒരു പ്രാവശ്യം ഒന്നുകൂടെയൊക്കെ ഞാൻ 2 സ്റ്റെപ്പൊക്കെ നടത്തിച്ചു. പക്ഷേ അമ്മ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ബെറ്ററായിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ആശ്വാസത്തോടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ കുറച്ചുകൂടെ സുഖമാവും എന്ന് കരുതുന്നു. വേദനയൊക്കെ കുറയുമെന്ന് കരുതുന്നു. പക്ഷേ സത്യം കേട്ടോ, ആർക്കും ഇതൊന്നും നമ്മൾ വരുത്തി വയ്ക്കുന്ന അസുഖങ്ങളല്ല. വന്ന് പോയാലുണ്ടല്ലോ ദൈവമേ, നമുക്ക് സർജറി അല്ലാതെ ഒരു പോം വഴിയുമില്ല. ആ സർജറിയിൽ എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ട്. മറ്റൊരു സർജറിയും പോലെയല്ല. മറ്റേത് സർജറി ചെയ്താലും നമുക്ക് ബെഡ് റെസ്റ്റ് എടുക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. ബെഡ് റെസ്റ്റ് അല്ല, നമ്മുടെ മുറിവിനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. എനിക്ക് സത്യം നമുക്ക് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എന്നിട്ട് സച്ചിനൊക്കെ പോയപ്പോഴാണ് അമ്മയ്ക്ക് പെയിൻ കില്ലറെല്ലാം ഇട്ടിട്ട് അമ്മ സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാൻ അതിനകത്തിരുന്ന് ബോറടിച്ച് പണ്ടാരം അടങ്ങിയിട്ട് ഇറങ്ങി നോക്കിയപ്പോൾ റോഡ് നോക്കിയ ബ്ലോക്ക് ഞാൻ വീഡിയോ എടുത്തപ്പോൾ കണ്ടില്ല. പിന്നീട് ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ആ ഹൈവേയിലുള്ള ബ്ലോക്കാണ് ഈ ഫുൾ. അത് 8-9 മണി ഞാൻ തിരിച്ച് വരാനിറങ്ങിയപ്പോഴും ഈ 8-8:30 മണിയായപ്പോഴും ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നേ. അച്ഛൻ 5 മണിക്ക് ഞാൻ ഊബർ ബുക്ക് ചെയ്തെടുത്ത് അച്ഛൻ റൂം എത്തിയപ്പോഴേക്ക് 7 മണി. അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ടെങ്ങനെ പോകുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. എന്തായാലും അമ്മ ഹാപ്പി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സക്സസ്ഫുള്ളായിട്ട് സർജറി എല്ലാം കഴിഞ്ഞു. ഒരു 1 മന്തൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ പറ്റും. അമ്മയ്ക്ക് ഇനി അങ്ങോട്ട് എഴുന്നേറ്റ് നടക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ അമ്മ ഓക്കെ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് എഴുന്നേറ്റ് പാവം ഇത്രയും വേദന സഹിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഓടിച്ചാടി നടക്കാൻ പറ്റിയാൽ മാത്രം മതി. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ.
എത്ര സർജറി ആയെന്നറിയോ അമ്മയ്ക്ക്. യൂട്രസ് റിമൂവ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സർജറി ആയിട്ടായിരുന്നു ഓവറി റിമൂവ് ചെയ്തത്. പിന്നെ ഈ മണ്ടയിൽ കഫം കെട്ടിക്കിടന്ന് മൂക്കിൻ്റെ വളവ്, അതിനെന്തോ ഒരു പേര് പറയും, എനിക്കത് പറയാനറിയില്ല, അതിൻ്റെ സർജറി. ഫിംഗർ കട്ടായി പോയിട്ട് അതിൻ്റെ സർജറി. ഇപ്പോൾ ദേ കാലും. പാവം എത്ര പ്രാവശ്യം ആ വേദനയെല്ലാം സഹിച്ചു അല്ലേ. എന്തായാലും പെട്ടെന്ന് തന്നെ റിക്കവറായി വരട്ടെ. ഫുഡും ഒക്കെ അമ്മ വേണ്ടെങ്കിലും പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് പാവം നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടെന്ന് പറഞ്ഞാൽ വേണ്ട എങ്കിലും അമ്മ ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു, വെള്ളമൊക്കെ ഇങ്ങനെ നിറയെ കൊടുത്തുകൊണ്ടേയിരുന്നു. വെള്ളവും എല്ലാ സാധനങ്ങളും വേണ്ടെങ്കിലും കുത്തി അടച്ചുകൊണ്ടിരുന്നത് അമ്മ കഴിക്കാൻ തന്നെ. കാരണം പെട്ടെന്ന് അത് കഴിച്ചാൽ റിക്കവർ ആവുമെങ്കിൽ, അങ്ങനെ വേദന കുറയുമെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് അമ്മ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടേ. എന്തായാലും നാളെ ബാക്കി വിശേഷമായിട്ട് കാണാം. ടാറ്റാ.